ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ സെക്കൻഡ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് 2013/2015 നടന്ന ഓവർസിയർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ച് ടഫാണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ അത്ര സിമ്പിളല്ല. കുറേയും ബേസിക് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കുറേ കൺവേർഷനും യൂണിറ്റ്സും അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ അതൊക്കെയാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ഡ്രോയിങ്ങിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നാരോ സ്ട്രിപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ് ആർ ജോയിൻ ടുഗെദർ ബൈ ഡാഷ് ജോയിൻസ്. അതായത് നമ്മുടെ ഡ്രോയിങ് ബോർഡിൻ്റെ നാരോ സ്ട്രിപ്സ് എന്ത് ജോയിൻ്റ് വഴി, അത് വുഡ് വെച്ചിട്ട് ഇങ്ങനെ അടുക്കി ആയിരിക്കുമല്ലോ നമ്മുടെ ഡ്രോയിങ് ബോർഡിൽ, അത് ജോയിൻ ചെയ്തിരിക്കുന്ന എന്ത് ജോയിൻ്റ് വഴിയുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ടങ് ആൻഡ് ഗ്രൂവ് ജോയിൻ്റ് ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഡ്രോയിങ് ബോർഡിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഡ്രോയിങ്ങിന് വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ വരുന്നതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, then coming to question 2, which wood is used to make T-square? വുഡൻ T square വരും. വുഡൻ T square നമ്മൾ ശരിക്കും എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്, അതായത് ഏത് വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ തേക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തേക്കാണ് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രോയിങ് ബോർഡാണ് സോഫ്റ്റ് വുഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതും കൂടെ ഒന്ന് ഇതിനകത്ത് നോട്ട് ചെയ്യുക. ഡ്രോയിങ് ബോർഡ് സോഫ്റ്റ് വുഡും T square തേക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, then third question, the designation of standard recommended scales of 1:10 and 1:20 is. അപ്പം ഇത് സ്കെയിൽസ് എന്ന് പറയുന്നൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ തന്നെയാണ്. സ്കെയിൽസ് എന്ന് എപ്പോഴും ഡ്രാഫ്റ്റ്സ്മാനും ഓവർസിയർ ഗ്രേഡ് 2-നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് സ്കെയിൽസിനകത്ത് നമുക്ക് വരുന്ന ഒരു ചോദ്യമാണിത്. സ്റ്റാൻഡേർഡ് സ്കെയിൽസ് ഒരു 8 സ്കെയിലുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ്. നമുക്ക് ആ 8 സ്കെയിൽസ് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ സ്കെയിൽ സെറ്റ് M1 തൊട്ട് M8 വരെയാണുള്ളത്. M1 എന്ന് പറഞ്ഞാൽ 1:1, 1:2 ആണ്. അതായത് 2 എഡ്ജിൽ 2 സ്കെയിൽ കൊടുക്കും. അങ്ങനെയാണ് അത് വരയ്ക്കുന്നത്. M2 1:2.5ഉം 1:5ഉം. M3 1:10, 1:20. M4 1:50, 1:100. ഇനി M5 ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 1:200, 1:500 ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കണം. 5 വരുമ്പോൾ 200ഉം 500ഉം ആണ്. ദെൻ M6 1:300ഉം 1:600ഉം. M7 1:400, 1:800. M8 1:1000, 1:2000. ഓക്കെ, അപ്പം നമ്മുടെ തേർഡ് ക്വസ്റ്റ്യന് വരുന്ന കറസ്പോണ്ടിങ് പോർഷൻ അവിടെ നമുക്ക് ആൻസർ വരുന്ന ഓപ്ഷൻ 3ക്ക് ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. അപ്പം ഈ സ്കെയിൽസിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് സ്കെയിൽസ് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് ഈ സ്റ്റാൻഡേർഡ് സ്കെയിൽ സെറ്റ്സ് ഇത്രയും പഠിച്ചു വെക്കുക, തെറ്റിക്കരുത്. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി കമ്മിങ് ടു ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ട്രിംഡ് സൈസ് ഓഫ് A2 ഡ്രോയിങ് ഷീറ്റ് ഇൻ mm. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴേ ബോർഡിൻ്റെ സൈസും ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. A0, A1, A2, A3, A4 എല്ലാം പറഞ്ഞതാണ്. അതുപോലെ B0, B1, B2 ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് A2 ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 420/594 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് എഴുതി നോക്കിയാൽ മതി. A0, A1, A2 ഞാൻ പറഞ്ഞില്ല, ഏകദേശം പകുതി വെച്ച് എഴുതി നോക്കിയാൽ മതി. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 420/594 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഓർഡർ വൈസ് എഴുതി നോക്കി അതിൽ നിന്ന് പിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലൈൻ ഇസ് യൂസ് ടു ഡ്രോ സെൻറ്റർ ലൈൻ. സെൻറ്റർ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലൈനാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചെയിൻ തിൻ, ചെയിൻ തിക്ക്, ഡാഷ്ഡ് തിൻ, ഡാഷ്ഡ് തിക്ക്. അപ്പോൾ നമുക്കറിയാം സെൻട്രൽ ലൈൻ വരയ്ക്കുന്നത് ചെയിൻ തിന്നാണ്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ വരയ്ക്കുന്നതാണ് സെൻട്രൽ ലൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ചെയിൻ തിൻ വെച്ചിട്ടാണ് നമ്മൾ സെൻറ്റർ ലൈൻസ് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ടൂൾ ഇസ് യൂസ് ഫോർ സ്പ്ലിറ്റിംഗ് സ്റ്റോൺസ് ഇൻ സ്റ്റോൺ മേസണറി. അപ്പോൾ ടൂൾസ് ഇൻ സ്റ്റോൺ മേസണറി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും ഓവർസിയർ ലെവലിലൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കതിനകത്ത് ഓരോ ടൈപ്പ്, കുറേ കേട്ടിട്ടുള്ള ടൈപ്പ് ടൂൾസും ഉണ്ട്, പിന്നെ കുറേ കേട്ടിട്ടില്ലാത്ത ടൈപ്പ് ടൂൾസും ആണുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ടൂൾസ് ഒന്ന് വേഗം പറഞ്ഞു പോകാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിതൊന്ന് പഠിക്കണം, ഇത് എന്തായാലും പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രവൽ നമുക്കറിയാം, ടു ലിഫ്റ്റ് ആൻഡ് സ്പ്രെഡ് മോട്ടർ. സ്പിരിറ്റ് ലെവൽ, ടു ചെക്ക് ദ ഹൊറിസോണ്ടാലിറ്റി ഓഫ് എ വർക്ക്. പ്ലംബോബ്, വെർട്ടിക്കാലിറ്റി. ഇപ്പോൾ സ്പിരിറ്റ് ലെവലും പ്ലംബോബും ഒക്കെ അറിയാവുന്നതാണല്ലോ. മേസൺ സ്ക്വയർ, സെറ്റ് റൈറ്റ് ആംഗിൾ. ലൈൻ ആൻഡ് പിൻ, മെയിൻറ്റെയിൻഡ് അലൈൻമെൻറ്റ്. സ്പോൾ ഹാമർ, ടു ഡ്രസ് ദ സ്റ്റോൺ ഇൻ ദ ക്വാറി. ക്വാറിയിലെ സ്റ്റോൺ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോൾ ഹാമർ. സ്കാബ്ലിംഗ് ഹാമർ, ടു റിമൂവ് ഇറഗുലർ ബുഷിങ്സ്, അതായത് സ്റ്റോണിൻ്റെ പുറത്തുള്ള ഇറഗുലർ ബുഷിങ്സ് റിമൂവ് ചെയ്യാൻ.
ദെൻ മാലറ്റ് ടു സ്ട്രൈക്ക് വുഡൻ ഹെഡഡ് ചിസൽ, അതായത് വുഡൻ ഹെഡഡ് ചിസലിനെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാലറ്റ് ഉപയോഗിക്കുന്നത്. മാലറ്റ് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഡമ്മി ഉണ്ട്, ഡമ്മി സെയിം ടു മാലറ്റ് യൂസ് ഫോർ കാവിങ്, അതായത് നമ്മൾ മാലറ്റിൻ്റെ സിമിലർ ആണ്, പക്ഷേ നമ്മൾ കാവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാർവിംഗ് എന്ന് പറയത്തില്ല, കാവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ദെൻ മാഷ് ഹാമറും വാലസ് ഹാമറും ഉണ്ട് ടു ഡ്രസ് ദ സ്റ്റോൺസ്, രണ്ട് സ്റ്റോൺസിനെയും ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഷ് ഹാമറും വാലസ് ഹാമറും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയൊന്ന് ഓർത്ത് വെക്കുക. ഇനി ബാക്കി അടുത്ത പേജിൽ ബാക്കി ടൂൾസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ട്രവല്, സ്പിരിറ്റ് ലെവല്, പ്ലം ബോബ്, പിന്നെ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മേസൺ സ്ക്വയറും അറിയാവുന്നതായിരിക്കും മിക്കവാറും. എന്താണ് ടു സെറ്റ് റൈറ്റ് ആംഗിൾസ്. ലൈൻ ആൻഡ് പിൻ എന്തിനാണ്? മെയിൻറ്റെയിൻ അലൈൻമെൻ്റ് ആണ്. സ്പോൾ ഹാമർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡ്രസ് ദ സ്റ്റോൺസ് ഇൻ ദ ക്വാറി. ദെൻ സ്കാബ്ലിംഗ് ഹാമർ ബുഷിങ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാലറ്റ് വുഡൻ ഹെഡഡ് ചിസൽ, പിന്നെ ഡമ്മി കാവിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇനി പിക്കാക്സ് ഉണ്ട്, പിക്കാക്സ് ടു സ്പ്ലിറ്റ് സ്റ്റോൺസ്. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് പിക്കാക്സ് പിക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിക്കാക്സ് എന്ന് പറഞ്ഞ് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ആൻസർ കൊടുത്തിട്ടില്ല. ദെൻ പഞ്ച്ഡ്, പഞ്ച്ഡ് ഫിനിഷിന് വേണ്ടിയിട്ട് പഞ്ചർ കൊടുക്കാറുണ്ട്. ദെൻ ഗേജ് ഉണ്ട് ടു ഡ്രസ് യൂണിഫോംലി ബൈ മെഷർമെൻറ്റ്, മെഷർ ചെയ്ത് യൂണിഫോമായിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേജ് ഉപയോഗിക്കാറുണ്ട്. ബ്രോഡ് ടൂൾ ഓർ നിക്കർ ടു ഡ്രോ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ ബോസ്റ്റർ ടു സ്പ്ലിറ്റ് സോഫ്റ്റ് സ്റ്റോൺസ് 600 mm വൈഡ് ചിസലാണ് ബോസ്റ്റർ, അത് സോഫ്റ്റ് സ്റ്റോൺ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ ജമ്പർ ഓർ ഡിപ്പർ ഫോർ മേക്കിംഗ് ഹോൾസ് ഫോർ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജമ്പർ അല്ലെങ്കിൽ ഡിപ്പർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഡിപ്പർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഗാഡ് ടു സ്പ്ലിറ്റ് സോഫ്റ്റ് സ്റ്റോൺ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാഡ് ഉപയോഗിക്കുന്നത്. ദെൻ ബിവൽ ടു സെറ്റ് ആൻ ആംഗിൾ, നമുക്ക് ബിവൽ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആംഗിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത്രയാണ് ടൂൾസ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ആൻസർ ഗാഡാണ് വരുന്നത്, ടു സ്പ്ലിറ്റ് സോഫ്റ്റ് സ്റ്റോൺസ്. സോഫ്റ്റ് സ്റ്റോൺ എന്ന് ചോദിച്ചാലും ടു സ്പ്ലിറ്റ് സ്റ്റോൺസ് എന്ന് ചോദിച്ചാലും എന്തെഴുതുക? ഗാഡാണ് ആൻസർ വരുന്നത്. സോ ഈ 6th ക്വസ്റ്റ്യൻ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഗാഡാണ് വരുന്നത്. പിക്കാക്സ് എന്ന് പറഞ്ഞാൽ പിക്കാക്സ് ഉണ്ടെങ്കിലും എഴുതാം, പിക്കാക്സും കറക്റ്റ് ആൻസർ തന്നെയാണ്. ഇവിടെ പിക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ കൂടുതൽ കറക്റ്റായിട്ട് വരുന്നത് ഗാഡ് ആയതുകൊണ്ടാണ് ഗാഡ് കറക്റ്റ് ആൻസർ കൊടുത്തത്. അപ്പോൾ ഈ ടൂൾസ് ഇത്ര ഒന്ന് പഠിച്ചു വെക്കാം. 19 ടൂൾസ് ഉണ്ട്, 19 ടൂൾസ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ. 7th ക്വസ്റ്റ്യൻ, ഗുഡ് ബ്രിക്ക് എർത്ത് ദ പെർസെൻറ്റേജ് ഓഫ് സിൽട്ട് കണ്ടൻസ് ഇസ് ഡാഷ് ബൈ വെയിറ്റ്. അതായത് ഒരു ഗുഡ് ബ്രിക്ക് എർത്തിൽ പെർസെൻറ്റേജ് ഓഫ് സിൽട്ട് അല്ലെങ്കിൽ സിൽട്ടിൻ്റെ കണ്ടൻറ്റ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ്, അല്ലാതെ വേറെ അല്ല ചോദിച്ചിരിക്കുന്നത്, പെർസെൻറ്റേജ് വൈസ്. ഇതിപ്പോൾ ബ്രിക്കിനകത്ത് വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 20 to 35% ആണ്. അതായത് സിൽറ്റിൻ്റെ കണ്ടൻറ്റ് ഗുഡ് ബ്രിക്ക് എർത്തിൽ 20 to 35% ആണ്, ഓർത്ത് വെക്കുക കേട്ടോ. 8th ക്വസ്റ്റ്യൻ, ദ ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് എ ഡാം മേ ബി ഇറോട്ടഡ് ബൈ ഹെവി റെയിൻ ഇസ് നോൺ ആസ്. അതായത് നമ്മുടെ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡ് ഹെവി റെയിൻ കാരണം ഇറോഡ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഓപ്ഷൻ സി, ഗള്ളിങ് ആണ് കറക്റ്റ് ആൻസർ. ഓവർ ടോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളം മുകളിലേക്ക് കവിഞ്ഞൊഴുകുന്നതിനാണ് ഓവർ ടോപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ ടോ ഇറോഷൻ അല്ല, ഓപ്ഷൻ സി ഗള്ളിങ് ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് എ ഡാം മേ ബി ഇറോഡഡ് ബൈ ഹെവി റെയിൻ കാരണം ഇറോഡ് ചെയ്യുന്നത് ഗള്ളിങ് ആണ്. ഓക്കെ. The 9th question, the temperature variations in chain surveying is. അപ്പോൾ ഇവിടെ ഇതിനകത്ത് നമുക്ക് PSC തന്ന ഫൈനൽ ആൻസർ പ്രകാരം ആൻസർ കോമ്പൻസേറ്റിംഗ് എന്നാണ്, പക്ഷേ കറക്റ്റ് ആൻസർ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇൻ ചെയിൻ സർവേയിങ് എന്ന് പറഞ്ഞാൽ അത് ക്യുമുലേറ്റീവ് എററാണ്. കാര്യം ഇപ്പം നിങ്ങൾക്കറിയാം ചെയിൻ്റെ ലെങ്ത്തിന് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഓരോ മെഷർമെൻറ്റിലും ആഡപ്പായി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ക്യുമുലേറ്റീവ് എററാണ് കേട്ടോ. ടെമ്പറേച്ചർ വേരിയേഷൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും കാണാൻ പറ്റും. ഓപ്ഷൻ എ ക്യുമുലേറ്റീവ് എററാണ് കറക്റ്റ് ആൻസർ. Then coming to 10th question, the pipe which is used to discharge foul gas in drains or sewer into the atmosphere is known as. അതായത് നമ്മുടെ ഡ്രെയിനിലോ അല്ലെങ്കിൽ സീവറിലോ ഉള്ള ഫൗൾ ഗ്യാസിനെ അറ്റ്മോസ്ഫിയറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന പൈപ്പിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി, വെന്റിലേറ്റിംഗ് പൈപ്പാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ദ പൈപ്പ് വിച്ച് ഇസ് യൂസ് ടു ഡിസ്ചാർജ് ഫൗൾ ഗ്യാസ് ഇൻ ഡ്രെയിൻസ് ഓർ സീവർ ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ഇസ് നോൺ ആസ് ഓപ്ഷൻ സി, വെന്റിലേറ്റിംഗ് പൈപ്പ്. ഓക്കെ. അപ്പോൾ ഇവിടെ വെൻറ്റ് പൈപ്പായിട്ട് ഒരു ചെറിയ കൺഫ്യൂഷൻ, വെന്റിലേറ്റിംഗ് പൈപ്പാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ദെൻ 11th ക്വസ്റ്റ്യൻ, 1 cubic feet is ഡാഷ് ഗാലൻസ്. ഇത് ഒത്തിരി തവണ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. 11th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ, 6.23 ഗാലൻസ് ആണ് കേട്ടോ. 1 cubic feet എന്ന് പറഞ്ഞാൽ 6.23 ഗാലൻസ് ആണ്.
അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. 1 cubic feet is equal to 6.23 gallons. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Then question number 12. 12th question. The value of 1 horsepower in British system is dash foot pound per second. അതായത് നമ്മുടെ ഹോഴ്സ് പവർ അറിയാലോ, ഹോഴ്സ് പവർ ഫുട്ട് പൗണ്ട് സെക്കൻഡിൽ എന്തായിരിക്കും അതിൻ്റെ വാല്യൂ എന്നാണ്. അപ്പോൾ ഇവിടെ 746 ആയിരിക്കും മിക്കവർക്കും ഫെമിലിയർ ഉള്ള. ഫുട്ട് പൗണ്ട് സെക്കൻഡിൽ 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 550 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. 12th വൺ ഓപ്ഷൻ ഡി ആണ്, തെറ്റിക്കരുത്. 746 മിക്കവാറും നിങ്ങൾക്ക് ഫെമിലിയർ ആയതുകൊണ്ട് അത് എഴുതാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Then 13th question. A section subjects to axle pushes acting normally across the section. The stress setup is known as tensile, shear stress, compressive stress, direct stress. അപ്പോൾ നിങ്ങൾ നോക്കുക, പുഷാണ് കൊടുക്കുന്നത് അല്ലേ, അതായത് നമ്മൾ അകത്തേക്ക് പുഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് സ്ട്രെസ് ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ഒന്ന് മനസ്സിൽ കണ്ടാൽ കാണാൻ പറ്റും. കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. അതേസമയം പുള്ളായിരുന്നെങ്കിൽ എന്തായിരിക്കും, ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. സ്ലൈഡിങ് വല്ലതും പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് വരും. അപ്പം നമുക്ക് ഡയറക്റ്റ് സ്ട്രെസ് തന്നെയാണ്, ഡയറക്റ്റ് സ്ട്രെസ് വരുന്നതാണ് ടെൻസൈലും കംപ്രസീവും ഒക്കെ അറിയാലോ. അപ്പം നമുക്കിവിടെ പുഷ് ആയതുകൊണ്ട് എന്താണുള്ളത്, കംപ്രസീവ് സ്ട്രെസ്സാണ് സെറ്റപ്പ് ചെയ്യുന്നത്. പുള്ളായതുകൊണ്ട് പുള്ളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും അവിടെ വരുന്നത്, പുഷിന് പകരം പുള്ളായിരുന്നെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ 14th question. In optical square, 2 mirrors are placed at an angle of dash degree to each other. അപ്പോൾ ഒപ്റ്റിക്കൽ സ്ക്വയർ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, 90 ഡിഗ്രി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഒപ്റ്റിക്കൽ സ്ക്വയർ. അതിനകത്ത് നമുക്ക് മിറേഴ്സ് ഉണ്ട് അല്ലേ, 2 മിറേഴ്സ് ഉണ്ട്. ആ മിറേഴ്സ് എത്ര ആംഗിളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി 45 ഡിഗ്രി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഇൻ ഒപ്റ്റിക്കൽ സ്ക്വയർ ദ 2 മിറേഴ്സ് ആർ പ്ലേസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എത്രയാണ്, 45 ഡിഗ്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 45 ഡിഗ്രി ആണ്. ഓക്കെ. Then 15th question. The tool used for screwing and unscrewing bigger diameter pipe. അപ്പോൾ ഇത് പ്ലംബിങ്ങിൽ വരുന്ന ഒരു പോർഷൻ ആണ്. അതായത് നമ്മുടെ ബിഗർ ഡയമീറ്റർ പൈപ്പ് സ്ക്രൂ ചെയ്യാനും അൺസ്ക്രൂ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ എ, ചെയിൻ റെഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ദ ടൂൾ യൂസ് ഫോർ സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ് ബിഗർ ഡയമീറ്റർ പൈപ്പ് എന്താണ്, ചെയിൻ റെഞ്ചാണ്, ഓപ്ഷൻ എ. അപ്പോൾ ഇത് പ്ലംബിങ്ങിലെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോയിങ്ങും പ്ലംബിങ്ങും ഒക്കെയാണ് ഇതിനകത്ത് കൂടുതലും കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ. പിന്നെ കൺവേർഷനും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി 15 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ടോട്ടൽ 80 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവുന്നതാണ്. ഓക്കെ. അപ്പം ഫോർ മോർ ന്യൂസ് ഓൺ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ടു കേരള PSC ആൻഡ് സൊല്യൂഷൻ ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, please stay tuned to our channel. But thanks for watching. Keep studying. Thank you.